ബാക്ക്ഗ്രൗണ്ട് പിന്നെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു ഇങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ. അതൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് മേടിക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. ചെക്ക് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേ. ഞാനിന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മുടെ വീഡിയോ ഒരാൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കമന്റ് ഒക്കെ വരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. മാത്രമല്ല കൂടുതൽ വീഡിയോയുടെ ഇതൊരു പ്രചോദനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട്. പിന്നെ ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SOP അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ LORന്റെയും MOIയുടെ ഒക്കെ ഓരോ മോഡൽസും കാണിച്ചു തരാനായിട്ടാണ്. ഞാൻ ആ ഒരു SOP എഴുതുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ കൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ അന്ന് വിചാരിച്ച ഭയങ്കര വലിയ കാര്യമാണ് ഈ SOP എന്നൊക്കെ ഉള്ളതെന്നാണ്. പക്ഷെ അത്ര വലിയ കാര്യമൊന്നുമല്ല ഈ SOP എഴുതാന്നുള്ളത്. അത് അതിൽ കൂടെ കടന്നുപോയി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി കാശൊന്നും കളയാതിരിക്കാനും ഞാൻ കാശ് കളഞ്ഞതാണ്. ഒരു 1500 രൂപ എൻ്റെ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ SOPയുടെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് SOP ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ SOP ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ ഡോക്യുമെന്റ് ഫയലായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തെ പണിയാണ്, എന്നാലും കുഴപ്പമില്ല. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഗൂഗിൾ ഡ്രൈവിലാണ് ഇട്ടേക്കണേ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഫയൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ കൊടുത്തേക്കുന്നത് PG കോഴ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു SOP ഇട്ടുണ്ട്. പിന്നെ ഡബിൾ PG ചെയ്യുന്നവർക്കുള്ള ഒരു SOP ഇട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പാരഗ്രാഫുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അതും തുറന്നു നോക്കുക. പിന്നെ മാത്രമല്ല SOPയുടെ ഓർഡറും കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റെപ്സ് എന്നുള്ളത്. ഓരോ പാരഗ്രാഫും ഏതൊക്കെ പാരഗ്രാഫ് കഴിഞ്ഞിട്ടാണ് അടുത്ത പാരഗ്രാഫ് എഴുതേണ്ടത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ SOP UK-ക്കുള്ള SOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നത്. കാനഡയ്ക്കുള്ള SOPക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ UK-ക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണ SOPക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു SOP എടുത്ത മിനിമം വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് UK എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ, ഇതൊക്കെയാണ് ഒരു SOP എടുത്തു കഴിഞ്ഞാൽ മിനിമം വേണ്ട കാര്യങ്ങൾ. അതും ഒരു 1.5 പേജിൽ കൊള്ളിച്ചാൽ മാത്രം മതി. അധികം പേജ് എഴുതിയൊന്നും നടക്കേണ്ട കാര്യമൊന്നുമില്ല. MOI എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ. അതൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് മേടിക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. LORന്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെ. അത് 2 സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടേണ്ടത്. അതിനൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എല്ലാ കോളേജും പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് രാവിലെ ചെന്നാൽ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ ഈ LOR കോളേജ് നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്നാണ് മേടിക്കേണ്ടത്. അപ്പം ഞാൻ ആ ഫയൽസൊക്കെ താഴെ ഇട്ടുണ്ട്, മറക്കരുത്. അത് നേരെ ഡൗൺലോഡ് ചെയ്താൽ നേരെ കയറുന്നത് നിങ്ങളുടെ വേഡിലേക്കാണ്. ആ വേഡിൽ കയറി ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ SOP റെഡിയായി. അതിനെപ്പറ്റി കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളത് നേരെ അങ്ങ് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്ലാഗരിസം ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പ്ലാഗരിസം എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ കൊടുത്തേക്കാം. ആ കൊടുത്തേക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്ലാഗരിസം ചെക്ക് ചെയ്യും. പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വേറെ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്ലാഗരിസം എന്ന് പറയുന്നത്. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലേക്ക് എൻ്റെ SOP അയച്ചപ്പോൾ പ്ലാഗരിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് റിട്ടേൺ അയച്ചത്. അതിനുശേഷമാണ് റെഡി ആയത്. ഞാൻ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തതെന്നുള്ള രീതിയാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാൻ പോകുന്നത്. അതും കൂടി ഒന്ന് കണ്ടുവച്ചേക്കുക, അതും കൂടി ചെയ്തേക്കുക. കാരണം SOPക്ക് UK-യിൽ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ പ്ലാഗരിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ റിട്ടേൺ ചെയ്യും, റിജക്റ്റ് ചെയ്യില്ല. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാവുന്നുള്ളൂ. എന്നാലും ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. കാരണം ഈ സെപ്റ്റംബറിൽ ഭയങ്കര സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ മറികടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പ്ലാഗരിസം കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്ലാഗരിസം ചെക്ക് ചെയ്യേണ്ടതും അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ വീഡിയോയുടെ പുറകെ കാണാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ പ്ലാഗരിസം ചെക്ക് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിൽ കയറിയിട്ട് നേരെ ആ സൈറ്റിലേക്ക് പോവാം. കറക്റ്റ് ഈ സൈറ്റിൽ തന്നെ കയറാൻ നോക്കുക. കാരണം വേറെയും കുറേ സൈറ്റുകളുണ്ട്, അതത്ര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയില്ല. അതാണ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോളത്തിലാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ഏത് SOP ആണോ നമുക്ക്
പ്ലാഗരിസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്, അല്ലെങ്കിൽ അപ്ലോഡ് ഫയൽ കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാനായിട്ട് എൻ്റെ ആ പ്ലാഗരിസം ഉണ്ടെന്ന് പറഞ്ഞ ആ SOP എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ചെയ്യാത്ത SOP ആണിത്. അപ്പോൾ അത് നേരെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പ്ലാഗരിസം എത്ര % ഉണ്ടെന്ന്. ഇതാണ് എനിക്ക് ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് റിജക്റ്റ് ആയെന്ന് പറഞ്ഞ SOP. അപ്പോൾ ഇത് ഞാൻ അതിൽ പേസ്റ്റ് ചെയ്ത് കാണിക്കാം. അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചെക്ക് പ്ലാഗരിസം കൊടുത്താൽ മാത്രം മതി. ഈ പ്രോസസ്സ് ഇച്ചിരി ടൈം എടുക്കും. ഞാനിത് ഫാസ്റ്റിൽ എടുത്തേക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇച്ചിരി ടൈം എടുക്കും, 2 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ ഫൈനലൈസ് ചെയ്ത ഡാറ്റ ഇതാണ്. ഇതിപ്പോൾ ഇതിൽ 28% പ്ലാഗരിസം ഉണ്ട്, 72% ആണ് യുണീക്കായിട്ടുള്ളൂ ഈ SOP. എനിക്ക് ഈ SOP ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് റിജക്ഷൻ വന്നപ്പോൾ 29% ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിലിപ്പോൾ 28% കാണിക്കണത്. അത് ചെറിയൊരു ആക്യുറസി കുറവൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്നതാണ്, ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ സെൻറ്റൻസ് കോപ്പി എടുത്തേക്കണേന്നാണ് ഈ ഒരു വെബ്സൈറ്റ് പറയുന്നത്. അത് വളരെ കറക്റ്റാണ്. എനിക്ക് ഈ SOP ചെയ്തു തന്ന ആൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കണം ഈ ഒരു സെൻറ്റൻസ് ഒക്കെ കോപ്പി ചെയ്തെടുത്തേക്കണേ. അതും ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കളറിൽ കാണിച്ചേക്കണെയാണ് ഈ പ്ലാഗരിസം കോപ്പി എടുത്ത സെൻറ്റൻസുകൾ. ഈ സെൻറ്റൻസിനൊക്കെയാണ് കോപ്പി ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മുടെ SOPയിലെ പ്ലാഗരിസം മാറി കിട്ടും. അപ്പോൾ സ്വന്തമായിട്ട് ഈ സെൻറ്റൻസൊക്കെ ജസ്റ്റ് പാരാഫ്രൈസ് ചെയ്ത് എഴുതാൻ അറിയാവുന്നവർക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു ഇത്തിരി % മാറി കിട്ടും പ്ലാഗരിസം. അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ പേസ്റ്റ് ചെയ്യണ ഭാഗത്ത് നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു സെൻറ്റൻസ്, പ്ലാഗരിസമുള്ള സെൻറ്റൻസ് കോപ്പി ചെയ്യാൻ പോണ്. ലാസ്റ്റ് സെൻറ്റൻസ് എടുക്കാം. ഇത് എന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ജസ്റ്റ് പേസ്റ്റ് ചെയ്യിക്കാതെ തന്നെ നമുക്ക് എന്നിട്ട് പാരാഫ്രൈസ് കൊടുക്കാം. അപ്പോൾ അത് പാരാഫ്രൈസ് ആയിട്ട് അടുത്ത റൈറ്റ് സൈഡിലെ കോളത്തിൽ വരും. ഇനി അത് നമ്മുടെ SOP എടുത്തിട്ട് അതിൽ ഏത് ഭാഗത്താണ് ആ ഒരു സെൻറ്റൻസ് കിടക്കണേന്ന് നോക്കി ആ ഒരു സെൻറ്റൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് പാരാഫ്രൈസ് ചെയ്ത് കിട്ടിയ സെൻറ്റൻസ് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ പേസ്റ്റ് കൊടുക്കാനായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്താൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ Ctrl+V അടിച്ചാൽ തന്നെ പേസ്റ്റ് ആയിക്കോളും. ഇതുപോലെ തന്നെ ഓരോരോ സെൻറ്റൻസും എടുത്തിട്ട് പാരാഫ്രൈസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് പ്ലാഗരിസം ചെക്ക് ചെയ്യണ സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാറുമൊന്നുമില്ല. അങ്ങനെ മാറിയില്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് വേറെ സെൻറ്റൻസ് കയറ്റാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്ലാഗരിസം ചെക്ക് ചെയ്ത് നിങ്ങളുടെ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നും കറക്റ്റ് ചെയ്യണം. അതേപോലെ അങ്ങനെ ഓരോന്നും കറക്റ്റ് ചെയ്ത് ലാസ്റ്റ് ഫുള്ളായിട്ടൊന്ന് പ്ലാഗരിസം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അയക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% പ്ലാഗരിസം ഒന്നും ഇങ്ങനെ ചെയ്താൽ മാറില്ല. എന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയൊക്കെ ചെയ്താൽ മതി. അതിലും കൂടുതലൊന്നും ചെയ്യേണ്ട. അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് അക്സെപ്റ്റ് ചെയ്തു ആ ഒരു അനുഭൂതി എന്നാണ് ഞാൻ പറയുന്നത്. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരാം. അത് ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ UK ഫോണിനെ പറ്റി ആയിക്കോട്ടെ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടായാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.